അതേ ദിവസം രാത്രി അന്നത്തെ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് നടക്കുകയായിരുന്നു വിവേക്. ഫോണിലൂടെ ആരോടോ സംസാരിക്കുന്നുണ്ട് അയാൾ. അതെ, അറിയാം. ഇവിടെ ഇത്തിരി തിരക്കാണ്. മിക്കവാറും അടുത്ത ആഴ്ച ഉണ്ടാവും. ഇല്ല, എന്തായാലും ഉണ്ടാവും. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ വിവേക് തിരിഞ്ഞു നോക്കി. ഹലോ ഹലോ കട്ട് ചെയ്തോ? വിവേകിന്റെ ശബ്ദം കേൾക്കാതായപ്പോൾ ഫോണിലൂടെ ലൈനിലുണ്ടായിരുന്ന ശബ്ദം ചോദിച്ചു. ഇല്ല, ആരോ എന്നെ പിന്തുടരുന്ന പോലെ, വിവേക് മറുപടി നൽകി. വീടെത്താറായപ്പോൾ സംസാരം അവസാനിപ്പിച്ച് വിവേക് ഫോൺ കട്ട് ചെയ്തു. പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് വിവേക് ഡോർ തുറന്ന് അകത്തെ ബൾബിന്റെ സ്വിച്ചിട്ടു. ഹലോ വിവേക്. സ്വിച്ചിട്ടതും വീടിനകത്തു നിന്നൊരു ശബ്ദം വിവേകിനെ തേടിയെത്തി. വിവേക് ഒന്ന് ഞെട്ടിക്കൊണ്ട് ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. ഹലോ, ആരാണ് നിങ്ങൾ? എങ്ങനെയാണ് വീടിനകത്തേക്ക് കയറിയത്? വിവേക് അയാളോട് ചോദിച്ചു. ചോദ്യങ്ങൾ വേണ്ട വിവേക്, ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. വിവേക് ഉത്തരം മാത്രം തന്നാൽ മതി. ആർക്കു വേണ്ടിയാണ് വിവേക് സ്പാനർ ഷിബുവിന് അന്ന് കൊട്ടേഷൻ കൊടുത്തത്? അയാൾ വിവേകിനോട് ചോദിച്ചു. വിവേകിന്റെ മുഖത്ത് ഭയം പരക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. പറയൂ വിവേക്, എത്ര വെള്ളിക്കാശിനാണ് നീ ഒറ്റിക്കൊടുത്തത്? വിവേക് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടാൻ നോക്കിയതും അയാളുടെ കയ്യിലുണ്ടായിരുന്ന ചങ്ങല വിവേകിന്റെ കഴുത്തിൽ ചുറ്റപ്പെട്ടു. ഞാൻ ആരാണെന്ന് ചോദിച്ചില്ലേ? ഗോസ്റ്റ്. വിവേകിന്റെ ചെവിയിൽ അയാൾ പതിയെ മന്ത്രിച്ചു. ഇപ്പൊ പറ, ആർക്കു വേണ്ടി, എന്തിന്? ജനുവരി 3, 2017 വിവേകിന്റെ വീട്. ജനക്കൂട്ടം കൂടി നിൽക്കുന്ന ആ വീടിനു മുന്നിൽ ആളുകൾക്കിടയിലൂടെ ജീവനും മാധവൻ സാറും മരിച്ചു കിടക്കുന്ന വിവേകിന്റെ അടുത്തേക്ക് നടന്നു വന്നു. മരിച്ചു കിടക്കുന്ന വിവേകിനു ചുറ്റും പോലീസ് റിബൺ തീർത്തിട്ടുണ്ട്. ഒരു വശത്ത് റിബൺ പൊക്കിക്കൊണ്ട് ജീവൻ വിവേകിന്റെ ശരീരത്തിന്റെ വളരെ അടുത്തേക്ക് ചെന്നു. തളം കെട്ടിയ ചോരയിൽ കുളിച്ചു കിടക്കുന്ന വിവേകിന്റെ ദേഹത്തിട്ടിരിക്കുന്ന തുണി ജീവൻ പതിയെ മാറ്റുകയും പെട്ടെന്ന് മൂക്ക് പൊത്തുകയും ചെയ്തു. കഴുത്തിൽ കത്തി കുത്തി ഇറക്കിയിരിക്കുന്നു, മാധവൻ സാർ ജീവനോട് പറഞ്ഞു. സ്പാനർ ഷിബുവിന്റെ മരണം പോലെ. അതെ സർ. വിവേക് ഒറ്റയ്ക്കാണോ ഇവിടെ താമസം? അതെ സർ. വിവേകിന്റെ ഓഫീസ് ഇവിടെ അടുത്തായതുകൊണ്ട് നാട്ടിൽ നിന്ന് മാറി വിവേക് ഇവിടെ ഒറ്റയ്ക്കാണ് താമസം. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ജീവൻ വിവേകിന്റെ ദേഹത്തു നിന്ന് തുണിയെടുത്തു മാറ്റി. ഇരു കൈകളിലും കാലുകളിലും അയാൾ എന്തോ തിരഞ്ഞു. ഓരോ ഭാഗത്തും കത്തികൊണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വരച്ചിരിക്കുന്നു. സി, സെയിം ഗൈ, സെയിം ലെറ്റേഴ്സ്, THGOS. അക്ഷരങ്ങൾ കാണിച്ചുകൊണ്ട് ജീവൻ മാധവൻ സാറിനോട് പറഞ്ഞു. മൃഗീയമായി കഴുത്തറുത്ത് കൊന്നതിനു ശേഷം കൊല്ലപ്പെട്ടവന്റെ ശരീരത്തിൽ കത്തികൊണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വരച്ചുകൊണ്ട് നമുക്ക് ക്ലൂ തരുന്നു. നമ്മളെ വെല്ലുവിളിക്കുന്നു അയാൾ. അപകടകാരിയാണ് അയാൾ. എത്രയും പെട്ടെന്ന് അയാളെ പിടിക്കണം മാധവൻ സാർ, അല്ലെങ്കിൽ ഇനിയും പലരും കൊല്ലപ്പെടും. അക്ഷരങ്ങളിൽ നോക്കിക്കൊണ്ട് ജീവൻ മാധവൻ സാറിനോട് പറഞ്ഞു. ഫോണിന്റെ റിസീവർ ഫോണിനരികിലായി വെച്ചുകൊണ്ട് അയാൾ മുൻവശത്തെ ഡോറിന്റെ അടുത്തേക്ക് നടന്നു. ഡോറിന്റെ പീപ്പ് ഹോളിലൂടെ നോക്കിയ അവൾ വീടിന് പുറത്തു വന്നു നിന്ന 2 കാറുകളിൽ നിന്ന് കുറച്ചുപേർ അവളുടെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കണ്ടു. അവൾ പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് കണ്ണുകളെടുത്തു. വീടിനു പുറത്തു നിന്നവർ തെളിച്ച ടോർച്ചിന്റെ വെളിച്ചം ജനലിന്റെ ഗ്ലാസ് വഴി അകത്തേക്ക് വന്നു. പെട്ടെന്ന് പുറത്തുനിന്നാരോ ഡോറിൽ ശക്തമായി ഇടിക്കാൻ തുടങ്ങി. അവൾ ഭയത്തോടെ ഫോണിന്റെ അടുത്തേക്ക് ഓടി. നിക്സൺ, ആരൊക്കെയോ വാതിലിൽ ഇടിക്കുന്നുണ്ട് നിക്സൺ, അവൾ ഭയത്തോടെ ഫോണിലൂടെ പറഞ്ഞു. ഡോറിൽ ഇടിക്കുന്നതിന്റെ ശബ്ദത്തിന്റെ ആവൃത്തി പതിയെ പതിയെ കൂടി വന്നു. അതവരാണ് നിക്സൺ, ഞാൻ പറഞ്ഞില്ലേ, അവരെന്നെ കൊല്ലും നിക്സൺ, അവൾ കരഞ്ഞുകൊണ്ട് ഫോണിലൂടെ പറഞ്ഞു. പെട്ടെന്ന് ഡോർ ഇടിച്ചു പൊളിച്ച കുറച്ചാളുകൾ വീടിനകത്തേക്ക് കയറി വന്നു. അവളുടെ കയ്യിൽ നിന്ന് ഫോണിന്റെ റിസീവർ നിലത്തേക്ക് വീണു. അയാൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അതവരാണ് നിക്സൺ, ഞാൻ പറഞ്ഞില്ലേ, അവരെന്നെ കൊല്ലും നിക്സൺ. അയാളുടെ ചെവിയിൽ അവളുടെ ആ ശബ്ദം വീണ്ടും വീണ്ടും ധ്വനിച്ചു. കട്ടിലിനരികിലുണ്ടായിരുന്ന അയാളുടെ വിവാഹ ഫോട്ടോ
അയാൾ പതിയെ കയ്യിലെടുത്തു. അയാളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണീർ ആ ഫോട്ടോയിൽ പതിച്ചു. ആലിസ്, ആലിസ്. ഒരു തേങ്ങലിനിടയിലും അയാൾ ആലിസ് എന്നൊരു പേര് ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. ജൂൺ 4, 2016. ആലിസ്. ഹസ്തദാനം നൽകി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ അവളുടെ പേര് നിക്സനോട് പറഞ്ഞു. നിക്സൺ. ഹസ്തദാനം സ്വീകരിച്ച ശേഷം അവനും മറുപടി നൽകി. നിക്സൺ. അവൾ ഒന്ന് ആലോചിച്ച ശേഷം തുടർന്നു. നിക്സൺ എന്തോ ഓൾഡ് നെയിം പോലെ. ഞാൻ നിക്ക് എന്ന് വിളിച്ചോട്ടെ? അവളുടെ നുണക്കുഴിയിൽ അല്പം കുസൃതി ദൃശ്യമാക്കി ഒരു പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. നിക്ക്? നിക്സൺ ഒരു സംശയത്തോടെ ചോദിച്ചു. അവൾ അതിന് അതേ എന്ന് തലയാട്ടി. ഓക്കെ, നോ പ്രോബ്ലം. ആലീസ്, നിക്ക് എന്ന് വിളിച്ചോളൂ. ഓക്കെ നിക്ക്. വീട്ടിലെല്ലാവർക്കും നിക്കിനെ ഇഷ്ടായി. ബട്ട് അവരല്ലല്ലോ നിക്കിൻ്റെ കൂടെ ജീവിക്കുന്നേ, അത് ഞാനല്ലേ? യെസ്, തീർച്ചയായും. അതുകൊണ്ടാണ് വീട്ടുകാർ അറിയാതെ നിക്കിനോട് പേഴ്സണലായി കാണണമെന്ന് പറഞ്ഞത്. ശരി, ആലിസിന് എന്താണ് എന്നോട് പറയാനുള്ളത്? ആലിസിനി ആരെങ്കിലുമായി പ്രണയത്തിലാണോ? ഏയ്, അതൊന്നുമല്ല. എന്നെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് കാണണമെന്ന് പറഞ്ഞത്. ശരി, എന്നാൽ ആലിസിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറ, ഞാൻ കേൾക്കാം. ഓഡിറ്റിംഗ് ആണ് എൻ്റെ ജോലി. ചിലപ്പോഴൊക്കെ എനിക്ക് പലയിടത്തേക്കും യാത്ര ചെയ്യേണ്ടി വരും. ചിലപ്പോഴൊക്കെ വീട്ടിൽ നേരം വൈകി വരേണ്ടി വരും. അപ്പോഴൊക്കെ എന്നോട് 101 ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ അവിശ്വസിക്കരുത്. ശരി, അവൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ എന്നെ അനുവദിക്കണം. എന്നുവെച്ചാൽ? നിക്സൺ ഒരു സംശയത്തോടെ ചോദിച്ചു. മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ തന്നെയായിരിക്കും നിക്ക്. അവൾ നിക്സന്റെ സംശയം തീർക്കുന്ന പോലെ മറുപടി നൽകി. ഓ, ശരി ശരി. ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് അത്ര പിടുത്തമില്ല. പക്ഷെ ഞാൻ പഠിക്കും. പക്ഷേ ചായ ഉണ്ടാക്കാൻ അറിയാട്ടോ. ചെറിയ ചമ്മലോടെ അവൾ അത് പറയുമ്പോൾ അവളുടെ നുണക്കുഴിയുടെ ആഴം കൂടുന്നുണ്ടോ എന്നൊരു തോന്നൽ അവനുണ്ടായി. ന്യൂജനാണല്ലേ? ശരി, അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ ഒരു കാര്യം, അവൾ ഒന്ന് നിർത്തി. കഴിഞ്ഞില്ലേ? ഇനിയുമുണ്ടോ? ഇനി എന്താണാവോ അവൾ പറയാൻ പോകുന്നത് എന്നറിയാതെ അവൻ തിരിച്ചു ചോദിച്ചു. എൻ്റെ ചില വട്ടുകളെയും ഭ്രാന്തുകളെയും ആ ഒരു രീതിയിൽ എടുക്കുന്ന ഒരാളായിരിക്കണം എൻ്റെ ഭർത്താവ് എന്നൊരാഗ്രഹമുണ്ട്. സപ്പോസ് എനിക്ക് മഴ ഇഷ്ടമാണ്. അതുപോലെ മഴയിൽ നനയാൻ അതിലേറെ ഇഷ്ടമാണ്. മഴ എങ്ങാനും ഞാൻ കണ്ടാൽ തീർച്ചയായും ഞാൻ അതിൽ നനയും. മഴ കൊണ്ട് പനി പിടിക്കുമ്പോൾ അരികിൽ നിന്ന് പരിചരിച്ചില്ലെങ്കിലും എന്നെ ശകാരിക്കരുത്. മഴ വെറുമൊരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ വേറെ ചിലതും ഉണ്ട്. ഈ ഭ്രാന്തുകളെ സഹിക്കാൻ പറ്റുന്ന ഒരു ഭ്രാന്തൻ ഭർത്താവിനെയാണ് എനിക്ക് ആവശ്യം നിക്ക്. ഒന്ന് ആലോചിച്ച ശേഷം നിക്സൺ മറുപടി പറഞ്ഞു. കല്യാണം എന്നത്തേക്ക് വെക്കാം ആലീസ്? അത് കേട്ടപ്പോൾ അവൾ ഒന്ന് ചിരിച്ചു. അത് നമുക്ക് തീരുമാനിക്കാം നിക്ക്. അല്ല, നിക്ക് ആർമിയിലാണെന്നല്ലേ പറഞ്ഞത്? ആർമിയിൽ അതിന് താടി വെക്കാൻ പറ്റുമോ? അവൻ്റെ നീണ്ട താടിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഹാഹാ, ഞാൻ സ്പെഷ്യൽ ഫോഴ്സിലാണ്. അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഹാവു, സമാധാനമായി. അവസാനം ചിരിച്ചല്ലോ. എന്തൊരു ഗൗരവമായിരുന്നു ഇത്ര നേരം ഈ മുഖത്ത്. ഞാൻ കരുതി പട്ടാളക്കാർ ചിരിക്കില്ലെന്ന്. സ്പെഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മേജർ മഹാദേവനെ പോലെ യുദ്ധത്തിന് പോകുന്ന വകുപ്പാണോ? അവളൊരു സംശയത്തോടെ ചോദിച്ചു. മെറൈൻ കമാൻഡോ. അത് പുറത്തു പറയാൻ പാടില്ല. ക്ലാസിഫൈഡ് ആണ്. അല്ല, ആരാണ് ഈ മേജർ മഹാദേവൻ? മേജർ മഹാദേവനെ അറിയില്ലേ? എൻ്റെ കർത്താവേ, ലാലേട്ടൻ ചെയ്ത ഒരു കഥാപാത്രമാണ് നിക്ക്. ഈ മിലിറ്ററിക്കാരെ സിനിമകളൊന്നും കാണില്ലേ? കുറവാണ്. ആലീസിന് സിനിമകൾ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇഷ്ടമാണ്, പക്ഷേ അതിനേക്കാളേറെ ഇഷ്ടം വായനയാണ്. നിക്ക് വായിക്കൂ? വായിച്ചിരുന്നു. ഇപ്പോൾ വായന കുറവാണ്. അയ്യപ്പനും പെരുമ്പടവം ശ്രീധരനും ഇഷ്ട എഴുത്തുകാരാണ്. പക്ഷേ ഞാൻ നിക്കോളസ് സ്പാർക്കിൻ്റെ കടുത്ത ആരാധികയാണ്. വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ
ദ ലോങ്സ്റ്റ് റൈഡ് എനിക്കിഷ്ടമായൊരു നോവലാണ്. പക്ഷെ എനിക്കിഷ്ടമായത് നോട്ട്ബുക്കാണ്. അത് എത്ര വട്ടം വായിച്ചെന്നോ. ഓരോ വട്ടം വായിക്കുമ്പോഴും അതിലെ നോയയും ഏലിയും അവരുടെ തീവ്രമായ പ്രണയവും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരു പ്രണയം ഉണ്ടാകുമോ എന്ന് ആലോചിക്കാറുണ്ട്. നിക്കിന്റെ ഈ താടിക്ക് പിന്നിലും ഏതെങ്കിലും ഒരു റൂത്തോ ഏലിയോ ഉണ്ടായിരുന്നോ? അവളൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. നിക്സൺ അതിന്റെ മറുപടി ഒരു ചിരിയിൽ ഒതുക്കാൻ ശ്രമം നടത്തി. അപ്പൊ ആരോ ഉണ്ടായിരുന്നു. പറ മാഷെ. അവൾ വിടാൻ ഭാവമില്ലായിരുന്നു. പറ. അത് കേൾക്കാനായിട്ട് അവളുടെ കണ്ണുകൾ ആകാംക്ഷ കൊണ്ട് പുറത്തേക്ക് ചാടി. ഉണ്ടായിരുന്നു ഒരുവൾ. ഇപ്പോഴല്ല, 9 വർഷങ്ങൾക്ക് മുൻപ്. കഥാനായകന്റെ സാഹചര്യങ്ങളാവാം കാരണം. അവളെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു നമ്മുടെ നായകന്. എന്നിട്ടെന്താ, വേറൊരുത്തനെ കെട്ടി സുഖമായി ജീവിക്കുന്നു. ഞാൻ ആർമിയിൽ ചേരുകയും ചെയ്തു. ഓ, ഇതെന്താ വാരണമായത്തിന്റെ കഥയോ അതോ ജബ് തക് ഹെ ജാനോ? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. നിങ്ങൾ ഈ ആണുങ്ങൾ പ്രണയിച്ചവളെ നഷ്ടമായാൽ നേരെ പോയി എന്തിനാ ആർമിയിൽ ജോയിൻ ചെയ്യുന്നേ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൾ അവളുടെ ബാഗിൽ നിന്നൊരു ബുക്ക് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്. ബുക്കിന്റെ പേര് വായിച്ചുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു. നിക്കിന് ഇഷ്ടമാവോ എന്നറിയില്ല, വായിച്ചു നോക്ക്. ഏലിയും റൂത്തും പോവട്ടെ, ഇനി ആലിസ് ഉണ്ട് നിക്കിന്റെ കൂടെ, നിക്കിന്റെ ഒപ്പം. നിക്സന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ ചെവിയിൽ അവൾ പറഞ്ഞു.